അച്ഛൻ എന്റെ ഒരു കാര്യം അറിഞ്ഞൂടാ. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞേ? പിന്നെ സ്കൂളിൽ ടീച്ചർ എന്റെ പേര് ചോദിച്ചപ്പോ അച്ഛൻ എന്തിനാ അപ്പു എന്ന് പറഞ്ഞത്? പിന്നെ നിന്റെ പേര് അപ്പൂന്നല്ലേ? അപ്പൂന്ന് എന്റെ വീട്ടിൽ വിളിക്കുന്ന പേരല്ലേ അച്ഛാ. എന്റെ ശരിക്കും പേര് ഭരതെന്നല്ലേ? ഓ, ഭരത് എന്നുള്ള പേര് ഞാൻ ഇടയ്ക്ക് മറന്നുകൂടാ. അത് മാത്രമാണോ? എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചപ്പോ അച്ഛൻ എന്തോ പറഞ്ഞേ? അത് 10 വയസ്സെന്ന്. 10 വയസ്സോ? എനിക്ക് 13 വയസ്സുണ്ട്. ഈ അച്ഛനൊന്നും അറിയത്തുമില്ല. എടാ മോനെ നിക്കടാ, അച്ഛനോട് ക്ഷമിക്ക്, ഇനി അച്ഛൻ തെറ്റിക്കത്തില്ല. ക്ഷമിക്കാനോ? അച്ഛൻ വീട്ടിലോട്ട് വാ, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എടാ നിക്കടാ മോനെ, വൈകിട്ട് ഫെസ്റ്റിനുണ്ടോ? എടാ അതാ നമ്മുടെ ടാർഗറ്റ്. എടാ അയാളെക്കുറിച്ച് ഞാൻ നല്ലപോലെ അന്വേഷിച്ചു. അയാളുടെ പൂത്ത കാശുണ്ട്, പക്ഷെ 1 രൂപ പോലും അയാളെ ചിലവാക്കത്തില്ല. ഓ, അത് നമുക്ക് അടിച്ചു മാറ്റണം. അതിപ്പോൾ എങ്ങനെയാണ്? എന്തിനു പ്ലാൻ ഉണ്ടോ? അയാളുടെ ചെറുക്കനില്ലേ, അവനെ നമ്മൾ കിഡ്നാപ്പ് ചെയ്യുന്നു. എന്നിട്ട് അയാളെ ഭീഷണിപ്പെടുത്തി ക്യാഷ് അടിക്കാം. ഇതുവല്ല നടക്കുവാണ്. നടക്കും, ഞാൻ നടത്തും. അച്ഛാ, ഇതെന്തോടാ? ഇതെന്റെ ബയോഡേറ്റയാ. ഇത് മൊത്തം കാണാതെ പഠിച്ചിട്ടേ അച്ഛൻ ഇവിടുന്ന് എണ്ണിക്കത്തുള്ളൂ. ചേടാ, ഇതെന്തൊരു കഷ്ടം. ഒരു കഷ്ടവും ഇല്ല, മര്യാദക്ക് ഇവിടെ നിന്ന് പഠിച്ചോ. ഞാൻ കുളിച്ചിട്ട് ദാ വരുന്നു. എൻ്റെ മോൻ്റെ പേര് ഭരത്, വയസ്സ് 13, ക്ലാസ് 8B, സ്കൂള് ഏരിയ സ്കൂൾ. എൻ്റെ മോൻ്റെ പേര് ഭരത്, വയസ്സ് 13, ക്ലാസ് 8B, സ്കൂൾ ഏരിയ സ്കൂൾ. ഹായ്, ചിക്കൻ കറിയാ? അല്ലേ വേണ്ട, കുളിച്ചിട്ട് കഴിക്കാം, അപ്പോൾ കുറച്ചുകൂടെ വിശക്കും. വേഗം അങ്ങോട്ട്. അമ്മ കഴിക്കാൻ. കടലക്കറിയോ? ചിക്കൻ കറി എന്തി? അതിനോട് ചിക്കൻ കറി ഉണ്ടെന്ന് ആര് പറഞ്ഞു? ഞാൻ കടലക്കറിയാ വെച്ചത്. എല്ലാം പഠിച്ചോ? പഠിച്ചു മോനെ. പഠിച്ചോ? എന്നാ എന്റെ പേരെന്തുവാ? പേര് ഭരത്. എന്റെ വയസ്സ് 13. ഞാൻ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നേ? 8B. ഓക്കെ. ഇപ്പം അച്ഛൻ പൊക്കോ. പിന്നെ ഇതെങ്ങാനും ഇനി മറന്നാ എൻ്റെ സ്വഭാവം മാറും. ഇല്ല, ഒരിക്കലും ഞാൻ മറക്കത്തില്ല. ഹലോ. എപ്പോ? ആരാ? ഓ, എന്നിട്ട് ആരാടി? എന്തു പറ്റി? ഓ, അയ്യോ. എടി നീ കാര്യം പറ, മനുഷ്യനെ പേടിപ്പിക്കാതെ. ആണോ? ഓക്കെ. എടി നീ പറ, എന്തു പറ്റി? അതൊന്നുമില്ല മനുഷ്യ, നിങ്ങൾ അമ്മ എന്തോ വാരി വലിച്ച് നിന്നിട്ട് ഗ്യാസ് കയറി, അത് പറയാൻ വിളിച്ചേ. ഒരൊറ്റ കീറി ഞാൻ വെച്ചേരും മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. കിടത്തുറങ്ങടി. ഹലോ. എന്റെ ദൈവമേ, എപ്പോ? ഇത് നീ എന്നെ പറ്റിച്ചത് തന്നെ. ഓക്കെ. എന്താടി, കേറിയ ഗ്യാസ് ഇറങ്ങിപ്പോയോ? അല്ല മനുഷ്യ, നിങ്ങളുടെ അമ്മയ്ക്ക് നെഞ്ചുവേനായിട്ട് ആശുപത്രി കൊണ്ടുപോയെന്ന്. എടി നീ ഇതെന്തോന്ന്? വേഗം വണ്ടി എടുക്ക മനുഷ്യ, നമുക്ക് അങ്ങോട്ട് പോവാം. എടി ഇവരെ കൊണ്ടുപോണ്ടേ? വേണ്ട, അവ ഇവിടെ കിടന്ന് ഉറങ്ങട്ടെ, നമുക്ക് നാളെ രാവിലെ തിരിച്ചു വരാം. അച്ഛനും അമ്മ എന്തി? അമ്മ, ഇവരൊക്കെ ഇത് എവിടെ പോയി? അമ്മ,
അമ്മ അമ്മ ഇവിടെ ഇല്ലേ? അമ്മ 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 ഹലോ. ഹലോ മോനെ, അച്ഛനും അമ്മ ഹോസ്പിറ്റലാടാ. അമ്മൂമ്മയ്ക്ക് തീരെ വയ്യ. ആ മോനെ പിന്നെ ഞങ്ങൾ ഇവിടെ നേരെ അമ്മൂമ്മയുടെ വീട്ടിലോട്ട് വരും. നീ ഒരു കാര്യം ചെയ്യ്, വീട് പൂട്ടിയിട്ട് ഒരു 10-11 മണിയാകുമ്പോഴത്തേന് അമ്മൂമ്മയുടെ അങ്ങോട്ട് വാ. ആ ശരി അച്ഛാ. ഹലോ. ഹലോ മോനെ, ഇറങ്ങിയോ? ആ ഇറങ്ങിയമ്മേ. മോൻ ഗ്യാസ് ഓഫ് ആക്കിയായിരുന്നോ? ആ ഗ്യാസ് ഓഫ് ചെയ്തായിരുന്നു. ശരിക്കും ഒന്ന് ഓർത്ത് നോക്കിയേ, മോൻ ഓഫ് ആക്കിയായിരുന്നല്ലോ അല്ലേ? ആ ഓഫാക്കിയായിരുന്നെന്നാ തോന്നുന്നേ. ശരി ഡൗട്ടായല്ലേ, അമ്മ സമ്മതിക്കത്തില്ല. അമ്മ ഇത് നേരത്തെ ഓഫായിരുന്നു. ഈ അമ്മയും കൊണ്ട്. എന്നാ ഓക്കെ മോനെ, മോൻ സൂക്ഷിച്ചു വാ. തുറന്നുവിട്. നിങ്ങളൊക്കെ ആരാ? തുറന്നുവിട് എന്നെ. ഹലോ. ഹലോ. നിങ്ങളുടെ മകൻ അപ്പു? അയ്യോ അല്ല, എൻ്റെ മോൻ്റെ പേര് ഭരത്. അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവന് 13 വയസ്സ്. ആ, നിങ്ങളുടെ ആ മകൻ ഇപ്പം ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. 1 കോടി രൂപ കിട്ടാതെ ഇവനെ വിട്ടുതരത്തില്ല. ഒന്ന് പോണം ഹേ, എൻ്റെ മോൻ സ്മാർട്ട് ബോയാ. അവനെ അങ്ങനെ തട്ടിക്കൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല. എന്നാൽ ഞാൻ ആ സ്മാർട്ട് ബോയുടെ കയ്യിലോട്ട് കൊടുക്കാം. അപ്പോൾ അറിയാമല്ലോ. ആ കൊടു. അച്ഛാ ഇത് ഞാനാ. ഞാൻ ചെറുള്ള ഏതോ അടഞ്ഞ വീട്ടിലുണ്ട്. നിന്റെ കണ്ണും കൈയൊക്കെ കെട്ടിയിട്ടില്ലടാ ഇവിടെ കൊണ്ടുവന്ന്. നിനക്ക് എങ്ങനെ ഈ സ്ഥലം കൃത്യമായിട്ട് മനസ്സിലായി? നിങ്ങൾ എന്നെ കടലാസ് ചെടിയുടെ അവിടെ നിന്നല്ലേ തൂക്കിയത്? ആ അതെ. അതിനിപ്പോൾ എന്താ? നിങ്ങളുടെ ഇന്ന് രക്ഷപ്പെടാൻ പാടാന്ന് മനസ്സിലാക്കി ഞാൻ അവിടെ എൻ്റെ ഒരു സ്കില്ല് പ്രയോഗിച്ചു. സ്കില്ലോ? എന്ത് സ്കില്ല്? കടലാസ് ചെടിയുടെ അവിടെ നിന്ന് 100 മീറ്റർ കഴിഞ്ഞാണ്. ഇപ്പോൾ ഒരു കയറ്റം എത്തും. തേര് കയറി കഴിഞ്ഞിട്ട് കുറച്ചു നേരം ആയല്ലേ. അപ്പം ഇപ്പോൾ ഏരു ജംഗ്ഷനിൽ തിരിയും. ആ ഹമ്പ് ചാടി. അപ്പം എന്തായാലും ചെറിയുടെ അവിടെ എത്തി. എനിക്ക് ഈ നാട് കാണാപ്പാടോ. കണ്ണടച്ചിട്ടാണെങ്കിലും ഏത് സ്ഥലത്താ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. എടാ വേഗം വാ, നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവാം. എങ്ങോട്ട് പോകാനാ? നിങ്ങൾക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല. ഇവിടെ മൊത്തം ഇപ്പൊ പോലീസുകാർ വളഞ്ഞു കാണും. ഒന്ന് പോടാ. സ്മാർട്ട് ബോയ്.